കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കേരളത്തിലെ ഒരു യുവജന സംഘടന തുടരെ വാർത്തകളിൽ നിറയുകയാണ്. ഇന്നുമുണ്ട് വാർത്ത. ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ തൃശൂർ ബ്യൂറോ ഓഫീസ് ആക്രമിച്ചതിന്റെ പേരിൽ ലൈംഗികാരോപണ കേസിൽ ഇപ്പോൾ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുന്ന പാലക്കാടിന്റെ MLA പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടും സീരിയൽ പ്രഡേറ്റർ എന്ന് സമൂഹം കരുതുന്ന ഒരു യുവ MLAക്ക് വേണ്ടി തെരുവിൽ റിപ്പോർട്ടർ TVയെ നേരിടാൻ ഉറച്ചു വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ. ബാക്കിയാരും അതിന് കൂട്ടും നിൽക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ റിപ്പോർട്ടർ TVയുടെ തൃശൂരിലെ ബ്യൂറോ ഓഫീസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയുണ്ട്. അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വന്തം സംഘടനയ്ക്കകത്തും പുറത്തുമുള്ള സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു. 3.5 വർഷക്കാലം കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും പ്രമുഖർ പല വഴികൾ ഉപയോഗിച്ച് മൂടിവെച്ച പരാതികൾ നേതാക്കളുടെ സമീപനത്തിൽ മനം മടുത്ത കോൺഗ്രസ് അനുഭാവിയായ പെൺകുട്ടി തന്നെ തുറന്നു പറയുന്നു. പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സമാന അനുഭവങ്ങൾ നേരിട്ട പെൺകുട്ടികൾ പരാതിയുമായി മുന്നോട്ട് വരുന്നു. പിന്നീട് നടന്നതും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഒരു പുരോഗമന സമൂഹത്തിന് ഒരിക്കലും അനുയോജ്യരല്ല യൂത്ത് കോൺഗ്രസ് എന്ന് വീണ്ടും അടിവരയിടുന്ന സംഭവങ്ങൾ. വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടിക്കെതിരെ സൈബർ ഇടത്തിൽ രൂക്ഷമായ അതിക്രമങ്ങൾ. വാർത്തകൾക്കു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതികരണങ്ങൾ നടത്തിയ വനിതാ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഓൺലൈനിലും ഓഫ്ലൈനിലും രാഹുൽ അനുയായികളായ ക്രിമിനലുകളുടെ കേട്ടാലറയ്ക്കുന്ന തെറി അഭിഷേകം. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്യുമെന്ന വാർത്ത വന്നതോടെ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. മാർച്ചിൽ പോലീസിന് നേരെ പന്തമെറിഞ്ഞ് മനഃപൂർവ്വം പ്രകോപനവും അക്രമവും അഴിച്ചുവിടുന്നു. യൂത്ത് കോൺഗ്രസിനോട് ഒരു ചോദ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗിക വൈകൃതത്തിനും സാമ്പത്തിക തട്ടിപ്പിനും വ്യക്തിവൈരാഗ്യത്തിനും തുടങ്ങി പുറത്തു വന്നതും പലരും പേടികൊണ്ട് പുറത്തു പറയാത്തതുമായ കൊള്ളരുതായ്മകൾക്ക് ചൂട്ടുപിടിക്കുന്ന ചോറ്റുപട്ടാളം മാത്രമാണോ യൂത്ത് കോൺഗ്രസ്?